അങ്ങനെ നമ്മളൊന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകട്ടോ. അങ്ങനെ ഉള്ളി അരിഞ്ഞെടുത്ത്, തക്കാളി, കിഴങ്ങ്, നമ്മൾ ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, അങ്ങനെ എല്ലാതും കരിവേപ്പില എല്ലാതും കൂടെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ നന്നായിട്ട് ഒന്ന് മസാലയിലൊന്ന് കുളിപ്പിച്ചെടുക്കുക. എന്നുവെച്ചാൽ ചിക്കനിൽ നല്ല മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്നൊരു മസാല വെള്ളത്തിൽ സെറ്റാക്കി വെക്കുക. എന്നിട്ടത് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുള്ള മസാലയിലൊന്ന് സെറ്റാക്കിയിട്ട് ഒരു 5 മിനിറ്റ് വെക്കുക. അത് അങ്ങനെ ഒന്ന് സെറ്റായി കിട്ടണം. എന്നാലും നന്നായിട്ട് ചിക്കനിൽ ആ ഒരു എന്താ പറയുക മസാലേൻ്റെ ആ ഒരു ഇത് സെറ്റായി കിട്ടുള്ളൂ. കുറച്ച് ടൈം ഒന്ന് സെറ്റാകാൻ വേണ്ടി വെച്ചാൽ മതി. അപ്പോഴേക്കും എന്ത് ചെയ്യുക, നമ്മളൊരു കുക്കർ എടുത്ത് സെറ്റാക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മളെ ഈ ഉള്ളി, കിഴങ്ങ്, തക്കാളി എല്ലാതും കൂടെ ഇട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. കുറച്ചൊന്നൊന്ന് വാടി വരണം. ഒന്ന് വാടി വരുന്ന ലെവലിൽ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് കുറച്ച് മുളക് പൊടി എല്ലാം ഒന്ന് സെറ്റാക്കി ഇട്ട് കൊടുക്കുക. ഉപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി ഇളക്കിയെടുക്കുക കേട്ടോ. ചെറുതായിട്ട് ഇട്ടാൽ മതി, ഓവറായിട്ട് ഇടരുത്. ഉപ്പൊക്കെ നോക്കിയിട്ട് ഇടുക, മുളക് ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇടുക. ചെറുതായിട്ടൊന്ന് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കണേ. അപ്പം അങ്ങനെ ഒന്ന് സെറ്റായിട്ടൊന്ന് ഇളക്കി വരിക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ നോക്കുന്നുണ്ട് ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ. അപ്പോൾ അതിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം കുറച്ചൊന്ന് വാടിയെടുക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ ബാക്കിയുള്ള പരിപാടി ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക ഒന്ന് സെറ്റാകുന്ന വരെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം കുക്കറിങ്ങനെ നന്നായിട്ട് ചൂടാക്കി കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് അതൊന്ന് വാടി കിട്ടും. അപ്പോൾ അതിൽ തന്നെ ഓട്ടോമാറ്റിക് കുറച്ച് വെള്ളം വരും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഒന്നും കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. സെറ്റായിട്ട് നല്ല രീതിക്ക് ഒന്ന് വാടുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കുക. അതേപോലെ തന്നെ അരിഞ്ഞിട്ട പോലെ തന്നെ നമ്മൾ കറി വെക്കരുത്. ഒന്ന് വാടി കിട്ടുന്ന വരെ നമ്മൾ ആ ഒരു കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കുക. എന്നിട്ട് ഒന്ന് എന്താ പറയുക നോക്കുക ഏകദേശം ഉപ്പൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ടോയെന്ന്. അതിങ്ങനെ ഒന്ന് നമ്മൾ മൂടി വെക്കുന്നത് സ്റ്റീം ഒന്നുകൂടെ വാടിച്ചെടുക്കുക. അങ്ങനെ ആ വാട്ടിയെടുത്ത സാധനം ഒന്ന് നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇതായി ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ ആ ചിക്കൻ മസാല തേച്ച് വെച്ച് ആ ചിക്കൻ എടുത്തിട്ട് കേട്ടോ, എന്നിട്ട് ഒന്ന് മിക്സാക്കുക. നന്നായിട്ട് മിക്സാക്കിയിട്ട് നമ്മൾ നോക്കുക ഉപ്പും മുളകൊക്കെ ഓക്കെ ആണോ സെറ്റാണോ എന്ന്. നന്നായിട്ട് ആദ്യം മിക്സ് ചെയ്തിട്ട് എല്ലാം സെറ്റാണോ നോക്കുക. എന്നിട്ട് മാത്രമേ നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നോക്കണം കേട്ടോ. നമ്മൾ ആദ്യം ഒന്ന് സെറ്റാണോ നോക്കി. എന്നിട്ട് മുളകിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് എരിവിൻ്റെ കുറവുണ്ടായപ്പോൾ കുറച്ചുകൂടെ ഒരു മുളക് ഇടാമെന്നുള്ള പ്ലാൻ ഉണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, കുറച്ചൊന്ന് ഇളക്കി നോക്കി. എന്നിട്ട് എരിവ് കാര്യങ്ങളൊക്കെ സെറ്റല്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കുറച്ചും കൂടെ കുറച്ച് മുളക് ഇടണം എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ നമ്മളിത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇതാക്കി. അങ്ങനെ നമ്മൾ ചിക്കൻ കറിയിലേക്ക് കുറച്ച് ആ മസാലേൻ്റെ വെള്ളം തന്നെ ഒന്ന് കലക്കി ഒന്ന് സെറ്റാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ. മിക്സ് ചെയ്യൽ മസ്റ്റാണ്. നല്ല കിടിലനായിട്ട് ചിക്കൻ വെള്ളത്തിൽ കിടക്കണം, ആ ലെവലിൽ മിക്സ് ചെയ്യണം. എന്നാലും നമ്മൾ മുളകും പൊടി കുറവായപ്പം നമ്മൾ ആ ഒരു മുളകും പൊടി അതിലിട്ട് നന്നായിട്ട് അതും ഇളക്കട്ടോ. അത്യാവശ്യം നന്നായിട്ട് ഇളക്കിയിട്ട് അതൊന്ന് മിക്സ് ആക്കുക. എന്നുവെച്ചാൽ കുക്കറിൽ വെക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കുക. ചട്ടി വെക്കുന്ന പോലെയല്ല കുക്കറിൽ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എല്ലാം ഓക്കെ ആയിട്ട് മാത്രം അത് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് നന്നായിട്ട് മിക്സാക്കിയിട്ട് അത്യാവശ്യം വെള്ളം പാരണം. കാരണം വെച്ചാൽ കറി കുറച്ച് വേണം. വീട്ടിലുണ്ടാക്കുന്നതായതുകൊണ്ട് കറിയാണ് വേണ്ടത് മെയിനായിട്ട്. നമ്മൾ അത്യാവശ്യം കുറച്ചുകൂടെ വെള്ളം പാർന്നിട്ട് ഒന്നുകൂടെ ഒന്ന് സെറ്റായിട്ട് ഒന്ന് എല്ലാം ഓക്കെ ആണോ നോക്കി ഉപ്പും മുളകൊക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് കുക്കർ നന്നായിട്ട് അടച്ചു വെച്ചു. ഒരു 4 വിസിൽ, ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് 4 വിസിൽ അടിച്ചാൽ മതി. 4 വിസിൽ കറക്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്കത് തുറക്കാം. അപ്പോൾ നമ്മളത് 4 വിസിലടിക്കുന്ന വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ ഏകദേശം നമ്മളെ സാധനം 4 വിസിലടിച്ചു. അങ്ങനെ നമ്മൾ ആ ബാക്കിയുള്ള എയറും നമ്മളിങ്ങനെ പോക്കണം. കാരണം വെച്ചാൽ കുക്കറിലാകുമ്പോൾ എയർ പോക്കാതെ എടുത്താൽ നന്നായിട്ട് അലമ്പാവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉള്ള കുറച്ച് എയർ ഉണ്ടായിരുന്നു, അത് നമ്മളിങ്ങനെ വിസിൽ ചെറുതായിട്ട് പൊക്കി കൊടുത്തപ്പം അത് റെഡിയായി. അങ്ങനെ നമ്മളെ ചിക്കൻ കറി ഓപ്പൺ ചെയ്യാണ്. അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കിടിലൻ നാടൻ ചിക്കൻ കറി കേട്ടോ. നല്ല കിടിലൻ ചിക്കൻ കറി അടിപൊളിയായിട്ട് നമ്മളെ മുന്നിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. നല്ല ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അതിങ്ങനെ സെറ്റായി വന്നിരിക്കുമ്പോൾ നമ്മളങ്ങനെ കോരിയെടുത്ത് നോക്കി. അടിപൊളിയാണ് കേട്ടോ, നല്ല അടിപൊളി ചിക്കൻ കറി, നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. നമ്മൾ നോക്കിയപ്പം ഉപ്പും മുളകും എല്ലാം സെറ്റായിട്ട് കുരുമുളക് ഇട്ടുകൊണ്ട് അത്യാവശ്യം നല്ല തന്നെ എരിവുണ്ട്. വീട്ടിലുണ്ടാക്കുന്ന ചിക്കൻ കറി എരിവ് വേണം, എന്നാലേ നന്നായിട്ട് ഇരുന്ന് വലിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് ചിക്കൻ കറി. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, അടുത്ത് നമ്മൾ ചിക്കൻ കറിയിൽ എന്ത് കഴിക്കും എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രെഡ് വാങ്ങിച്ചിട്ട് സ്റ്റീം ചെയ്തെടുത്തിട്ടോ. നല്ല ഈ പുട്ടും കുറ്റിയിലിട്ട് സ്റ്റീം ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ
ചിക്കൻ കറിയും കൊണ്ടുവച്ചിട്ട് നമ്മൾ ബ്രെഡും ചിക്കനും അടിക്കാൻ പോവുകയാണ്. അങ്ങനെ പ്ലേറ്റിലേക്ക് ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് ഒരു ചിക്കൻ അങ്ങോട്ട് വാരിയിട്ട് കറിയും വാരിയിട്ട് അടിപൊളി മകളെ. ചിക്കനും ബ്രെഡും കിട്ടിലും കോമ്പിനേഷൻ ആട്ടോ. അതൊരു വേറെ തന്നെ ലെവൽ കോമ്പിനേഷൻ. അതും നല്ല സ്റ്റീം ചെയ്ത ബ്രെഡ് കേട്ടോ, വേറെ ലെവലായിരുന്നു. ഇരുന്ന് അടിച്ച് മിന്നിച്ചു.